ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടില് എഗ്ഗിന്റെ, അതായത് എഗ്ഗ് കുക്ക് ചെയ്യുന്ന ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ മെഷീൻ വാങ്ങിയിട്ടുണ്ട്. എവിടെയോ പ്രശ്നമുണ്ട്, എന്തോ ശരിയാവുന്നില്ല. ഒക്കെ കൂടി ഒരു കുട്ടിക്ക് പൊട്ടിത്തെറിച്ചതിന്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഈ സംഭവം? എല്ലാവരും പറയുന്നു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, എന്നാലോ നമുക്കിട്ട് ചെയ്യാൻ അറിയണില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എഗ്ഗ് ബോയിൽ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ എഗ്ഗ് സ്റ്റീം ചെയ്യുന്നതിന്റെ എഗ് മെഷീൻസ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നത്. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ചെറുതാണ്, ഇതിൽ 7 എണ്ണമാണ് ഫിറ്റ് ആവുന്നത്. ന്യൂട്രി കുക്കിന്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എല്ലാ മെഷീൻസും ഒരേപോലെ തന്നെയാണ്. എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്നുള്ളതൊക്കെ സെയിം തന്നെയാണ്. ഓരോ മെഷീനും ഡിഫറെന്റ് ആവുന്നത് കുക്കിംഗ് പ്രോസസ്സും കുക്കിംഗ് ടൈമിങ്ങുമാണ്. ഈ ന്യൂട്രി കുക്കിന്റെ ചെറുതില് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏത് സ്റ്റൈലില് എഗ്ഗ് വേണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് സോഫ്റ്റ് ആയിട്ട് വേണോ, മീഡിയം ആയിട്ട് വേണോ, ഹാർഡ് ആയിട്ട് വേണോ, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതില് ഓരോ മെഷീനും അതിൻ്റെതായിട്ടുള്ള ടൈമിങ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവും. ഇപ്പോ കാണിക്കുന്നത് ന്യൂട്രി കുക്കിനുള്ള ടൈമാണ്. ഇതേ നിങ്ങളുടെ അടുത്ത് പാനസോണിക് ആണെന്നുണ്ടെങ്കിൽ ആ ടൈം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രൗഷർ നോക്കിയേ പറ്റൂ. അപ്പൊ ന്യൂട്രി കുക്കിന്റെ ഇതിൽ പ്രകാരം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എഗ് ആണ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് 6 മിനിറ്റും, മീഡിയം ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ 7 to 8 മിനിറ്റും, ഹാർഡ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ 12 മിനിറ്റും. ഇതാണ് അവർ പറയുന്ന ടൈം ആൻഡ് കറക്റ്റ് ആയിരിക്കും. ഇതിൽ അങ്ങടോ ഇങ്ങടോ അത് പോവില്ല, അത് കറക്റ്റ് ആയിട്ട് കുക്ക് ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാതിന്റെ കൂടെ ഇതുപോലെ ആ വെള്ളം ഒഴിക്കാനുള്ള കപ്പ് അവര് തന്നെ തന്നിട്ടുണ്ടാവും. അതില് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് മീഡിയം വേണമെങ്കിൽ ഇതുവരെയ്ക്കും വെള്ളം എടുക്കണം, അതേമാതിരി സോഫ്റ്റ് വേണമെങ്കിൽ ഇതുവരെയ്ക്കും എടുക്കണം, ഹാർഡ് വേണമെങ്കിൽ ഇതുവരെയ്ക്കും എടുക്കണം എന്നുള്ളത്. ഇതിന്റെ കപ്പിന്റെ രീതികൾ മാറാം, പക്ഷെ അവർ അതിൽ മെഷർമെന്റ്സ് തന്നിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാല്, ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന് വെക്കുന്നതിന് മുമ്പ് നമ്മൾ മുട്ടയുടെ മുകളില് ഒന്ന് കുത്തണം. അത് നമ്മളായിട്ട് പിന്നെ വെച്ച് കുത്തുകയല്ല. ഒരുപാട് പേർക്ക് പറ്റിയ തെറ്റ് അതാണ്. അവര് തന്നെ തന്നിട്ടുണ്ടാവും. പലതിലും ഇതിന്റെ അടിയിൽ തന്നെ ഒരു നോബ് കാണാം. പക്ഷെ ന്യൂട്രി കുക്കില് ഇതിന്റെ അടിയിൽ ഒരു ഫിറ്റിംഗ് ആണ്. ഇങ്ങനെയാണ്. ഈ ഫിറ്റിംഗിന്റെ അടിയിൽ ഒരു ഇതുപോലെ കണ്ടോ, ഒരു പിന്ന് പോലെ കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കുത്തുന്നത്. പലവരും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് മുട്ട പൊട്ടിത്തെറിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രോസസ് ചെയ്യാം. ഞാൻ 7 മുട്ടയും തന്നെ വെക്കുന്നുണ്ട്. അതായത് ഹാർഡ് ബോയിൽ അല്ല ഞാൻ ചെയ്യുന്നത്, മീഡിയം ബോയിൽ ആണ് ചെയ്യുന്നത്. അപ്പൊ മീഡിയം ബോയിലിനുള്ള 7 എണ്ണ, അതായത് 7 മീഡിയം ബോയിൽ അല്ല, ഹാർഡ് ബോയിലും എനിക്ക് വേണം. സോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാല്, ഹാർഡ് ബോയിലിനുള്ള വെള്ളം ഒഴിക്കും, 7 മിനിറ്റ് മീഡിയത്തിന് വെക്കും, ടൈമർ വെക്കും, ബാക്കി ഞാൻ ഹാർഡ് ബോയിൽ ആക്കും. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ലെറ്റ് സ്റ്റാർട്ട്. ഹാർഡ് ബോയിലിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ചുടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം. ഞാൻ കെറ്റിലിൽ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ ആണ് ഒഴിക്കേണ്ടത്, പ്ലേറ്റിലാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ഒഴിച്ചു, ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ മുട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുത്തേണ്ടത്, അതായത് കൂർമിച്ച് വരുന്ന സ്ഥലത്ത് കുത്തരുത്. എപ്പോഴും നിറയെ ബേസ് ഉള്ള സ്ഥലത്താണ് കുത്താൻ അവർ പറയണത്. എന്താണ്, ഇവിടെ ഇത് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് പിയേഴ്സ്, ദാറ്റ്സ് ഓൾ. ഒരു പിയേഴ്സ് അത്രേ വേണ്ടു. ഓക്കെ, എന്നിട്ട് ആ സാധനം മുകളിലേക്ക് വരുന്ന പോലെ വെക്കുക. എടുക്കുന്നു, പിയേഴ്സ് ചെയ്യുന്നു, വെക്കും, എടുക്കുന്നു, പിയേഴ്സ് ചെയ്യുന്നു. കണ്ടോ, ഇത്രേ വരുള്ളൂ. മുട്ട അങ്ങനെ പൊട്ടി പുറത്തേക്ക് വരിക അങ്ങനെയൊന്നും ആവില്ല കേട്ടോളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മള് എല്ലാം ഇതേപോലെ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എല്ലാത്തിലും ആ ഇതുകൊണ്ട് ഞാന് ഓട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ക്ലോസ് ചെയ്യുക, ഓൺ ചെയ്യുക. ഓക്കെ, എന്റെ വളരെ മിനിമം ആയിട്ടുള്ള രീതിയിൽ പ്രോസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓട്ടോ കട്ട് ഓഫ് ഒന്നുമില്ല, ടൈമിംഗ് ഇതിലും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഞാൻ ഇതിലാണ് ടൈമിംഗ് വെക്കുന്നത് എന്റെ പൂച്ചക്കുട്ടിയില്. അപ്പൊ എനിക്ക് വേണ്ടത് മീഡിയം ആണ്. അപ്പൊ ഞാൻ 7 മിനിറ്റ്, 5, 6, 7 മിനിറ്റ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാർഡ് ബോയിലിന് വന്നിട്ട് 12 മിനിറ്റ് ആണല്ലോ, അതിനുശേഷമുള്ളത് ഞാൻ കണക്കാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ
എനിക്ക് മാത്രം ഉള്ളത് ഞാൻ മീഡിയം ബോയിലാണ് എടുക്കുന്നത്. അപ്പൊ 7 മിനിറ്റ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 7 മിനിറ്റ് ഇതിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ താഴത്തെ വെള്ളം നല്ലപോലെ തിളച്ചിട്ട് മുകളിലിങ്ങനെ ആവി പോലെ അതിൽ ആവി പോവാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീം ഹോട്ടായിട്ടുള്ള രീതിയിൽ അത് പോവും. അപ്പോൾ നമ്മുടെ ടൈമിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് 5 മിനിറ്റ് ബാക്കിയുണ്ട്. ഈ കറക്റ്റായിട്ടുള്ള, അതായത് അധികം എന്താണ് പറയുക, ബട്ടൺസ് ഒന്നും ഇല്ലാതെ, അധികം പ്രോഗ്രാംസ് ഒന്നും ഇല്ലാതെ സാധാരണ പോലെയുള്ള ഒരു എഗ് സ്റ്റീം ചെയ്യുന്ന, കുക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൊവിഷൻസ് ഒന്നും അതിലില്ലാത്തത്. ഒരുപാട് എണ്ണത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ എല്ലാം ഉണ്ടാവും, ഓട്ടോ കട്ട് ഓഫ് ഉണ്ടാവും, നമുക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്തു വെക്കാം, അങ്ങനെയൊക്കെയാണ് പലതിലും ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എനിക്ക് എന്റെ പർപ്പസ് ഇത് നടക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. അത്ര മാത്രമേ ഉള്ളൂ. വേറത്തെ വെള്ളം തിളപ്പിക്കുക, അങ്ങോട്ട് പോവുക, അത് കിടന്ന് ഇങ്ങനെ പൊന്തുക, പത വരിക, ഇതൊന്നും തന്നെ ഇതിൽ നടക്കില്ല. എവറിത്തിങ് വിൽ ബി സേഫ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലാതെ എന്താ പറയുക, കാശ് നഷ്ടാവും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇതെന്നും ഏത് ഒരു വീട്ടിലും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇതങ്ങോട്ട് വെച്ചിട്ട് സമയം അങ്ങോട്ട് നോക്കിയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കുമല്ലോ. അപ്പൊ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണിത്. അപ്പൊ ഇതാ 0ലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മീഡിയം ആയിട്ടുള്ള 7 മിനിറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതാ ഇതുപോലെ ആയിരിക്കും മുട്ടയുടെ ഇത് ഇങ്ങനെ തിളയ്ക്കാൻ. നമുക്ക് ഹാർഡ് ബോയിൽ വേണം. എനിക്ക് വേണ്ടത് മാത്രം ഞാൻ മീഡിയം ആയിട്ടുള്ളത് എടുത്തു മാറ്റുന്നു. ഹാർഡ് ബോയിൽ ഇനിയും 5 മിനിറ്റ് കൂടി പോവാനുണ്ട്. ബാക്കി അതേപോലെ തന്നെ ആ പ്രോസസ്സ് നടക്കട്ടെ. എന്നിട്ട് ഞാനൊരു ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയാണ് മീഡിയം ബോയിൽ ആൻഡ് അപ്പോഴേക്കും ഇത് റെഡിയാവും, എങ്ങനെയാണ് ഹാർഡ് ബോയിൽഡ് ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹാർഡ് ബോയിൽഡിൻ്റെ 5 മിനിറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തുറന്നു. ഇതിപ്പോൾ ആദ്യം നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓട്ടോ കട്ട് ഓഫ് ഇല്ലാത്തത് കൊണ്ടാണിത്. അപ്പോൾ ബേസിക് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ, നിങ്ങളുടെ അടുത്ത് അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോ കട്ട് ഓഫ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ടാവും. പതുക്കെ എടുത്ത് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള 2 എണ്ണം മാത്രം ഞാൻ വേറെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീഡിയം ആയിട്ടുള്ള രീതിയിൽ കുക്കായിട്ടുള്ള എഗ്ഗ് നമുക്ക് ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട്, ഒന്ന് ചെയ്യാം. മീഡിയം ആയിട്ട് കുക്കായതുകൊണ്ട് തന്നെ നമുക്കൊരു ബൗളിൻ്റെയാണ് ആവശ്യം. അതായത് അതിൽ കോരി കഴിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ടുള്ള രീതിയിലല്ലല്ലോ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു സൈഡ് മാത്രം നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് സ്പൂൺ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബൗളിൽ ഒഴിച്ചു തരാം. ആ ഒരു മീഡിയം ആയിട്ടുള്ള രീതിയിൽ കുക്കായിട്ടുള്ള എഗ്ഗ് ഇങ്ങനെ കിളുകിളുകിളോന്ന് കഴിക്കാനാണ് എൻ്റെ ഫേവറേറ്റ്. അതായത് എനിക്ക് വേറെ ഏത് രീതിയിൽ കുക്കായാലും എനിക്കിഷ്ടമല്ല. പക്ഷേ ഒരു മീഡിയം ആയിട്ട് കുക്കായിട്ടുള്ള ഒരു എഗ്ഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതുപോലെയാണ് നിങ്ങൾക്ക് മീഡിയമായിട്ട് എഗ് കുക്കറിൽ കുക്കായിട്ട് കിട്ടുക. 2 എണ്ണവും ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2 മുട്ട, അതേമാതിരി തന്നെ ഒരു ക്രോസോൺ ബ്രെഡ്. എൻ്റെ കാര്യം അത്രേ വേണ്ടൂ. അത്രയും മതി എനിക്ക്. ഇനി ഒരു ലഞ്ച് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അത്രയ്ക്ക് അങ്ങനെയാണ് ഒരു ഫീലിംഗ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർഡ് ബോയിൽഡ് ആണ്. ഹാർഡ് ബോയിൽഡ് ഇപ്പോൾ ഇതേപോലെ നമ്മൾ തട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആസ് യൂഷ്വൽ നമ്മുടെ ഷെല്ലെടുക്കുക. ഇതിലൊരു പ്രത്യേകത എന്താണെന്നറിയോ, ചില സമയങ്ങളിൽ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് പോകുമ്പോൾ ആ യോക്ക് കറക്റ്റ് യെല്ലോ ആയിരിക്കില്ല, ഒരുമാതിരി പച്ച കളർ വന്ന പോലെ ഉണ്ടാവും. അതൊക്കെ ഓവർ കുക്ക്ഡാണ്. ഇങ്ങനെ മാവ് പോലെ ഉണ്ടാവും ആ യോക്കൊക്കെ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എഗ് കട്ടറിലാണ് ഞാൻ വെക്കുന്നത്. എഗ് കട്ടറിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് തിന്നായിട്ടുള്ള സ്ലൈസ് ആയിട്ടുള്ള രീതിയിൽ പെർഫെക്റ്റായിട്ട് കുക്കായിരിക്കും. പെർഫെക്റ്റ്. ഇപ്പോൾ ഇതാ തുറന്നിട്ട് ആ യോക്കിൻ്റെ കളർ നോക്കൂ, കറക്റ്റ്. അതായത് മുട്ടയുടെ മഞ്ഞ ഏത് കളറിൽ വേണോ ആ കളറിൽ കറക്റ്റായിട്ട് ഹാർഡ് ബോയിൽ ആയിരിക്കുന്ന രീതിയാണ് ഈ എഗ് കുക്കേഴ്സിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെയ്യേണ്ട രീതി എന്തായാലും ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ടിട്ട് അവർക്ക് സുഖമായിട്ട് രാവിലെ നേരത്തെ കഴിച്ചിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് എഗ് കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, അതായത് ജസ്റ്റ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ട് പോകാനുള്ളതാണ്. ഓക്കെ,
അപ്പോൾ വരൂ, ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, അതായത് ആ ഫീലിംഗ് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മീഡിയം ആയിട്ടുള്ള രീതിയിൽ കുക്കായിട്ടുള്ള എഗ്ഗ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചില സമയങ്ങളിൽ ഞാൻ ഇത് മാത്രമേ കഴിക്കാറുള്ളൂ. ചില സമയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 7 ഡേ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്രൊസോൺ കിട്ടാറുണ്ട്. അപ്പോൾ ആ ക്രൊസോണും കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇതപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ യെല്ലോ യോക്കോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ അതും സൂപ്പർ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ എഗ് കുക്കർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 7 ഡേ ക്രൊസോൺ ഇതാണ്. എല്ലാവർക്കും ഈ ഒരു ബ്രാൻഡ് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് ബ്രാൻഡ്സ് വരുന്നുണ്ട്. എനിക്കെന്തോ 7 ഡേയുടെ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും അവരുടെ ആ ഒരു ഇത് ഭയങ്കര മധുരമൊന്നും ഇല്ലാണ്ട് വളരെ വളരെ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന പോലെ ഫ്ലേവർ തോന്നിക്കാറുണ്ട്. അവരുടെ അതേമാതിരി തന്നെ ക്രൊസോണും ചീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീസ് ക്രൊസോണും ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരി തന്നെ സ്ട്രോബെറി ക്രൊസോണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ബൗളിൽ ഇത് എടുക്കുക, എന്നിട്ട് ഒരു ബ്രെഡും വെച്ച് ഒറ്റൊന്നും മതി, കൂടുതലൊന്നും വേണ്ട. 2 മുട്ട എന്തായാലും ഉണ്ടല്ലോ. ഒരു 4-5 മണി വരയ്ക്കുമൊക്കെ ഫുൾ സൂപ്പറായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ആ ഒരു എനർജി ലെവൽ വേറെ തന്നെയാണ്. അപ്പോൾ 7 ഡേ ക്രൊസോൺ കൂടിയിട്ട് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എഗ് കുക്കർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നാളെ കാണാം നമുക്ക്. ടേക്ക് കെയർ ആൻഡ് ബൈ.